കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ത്രൂ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. അതിന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാൽ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമം, പാപങ്ങളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പാപങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം, ഇതെല്ലാം പാപത്തിൻ്റെ ഒരു. ദൈവത്തെ മറന്ന് എവിടെ തുടങ്ങിയാലും നമ്മൾ വിചാരിക്കും ഒരു അഴുക്ക് പടം, അത് കാണുന്നതിൽ എന്താ കുഴപ്പം. പക്ഷെ അറിയുന്നില്ല, ഈ പടത്തിൽ കൂടെയും ആത്മാവിന് വിപരീതമായ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നല്ല പടം കാണുമ്പോഴും അതിനൊരു, നമ്മൾ നല്ലൊരു പിക്ചർ കണ്ടുകൊണ്ടെങ്കിൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർ, 3 വയസ്സിന് മുമ്പുള്ള പിള്ളേരിലാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ കാണിച്ചു വെച്ച് ഇത് അപ്പനാണ് അമ്മയാണെന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥ അപ്പനും അപ്പനുമായിട്ടുള്ള യഥാർത്ഥ അപ്പനും ഈ പടവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. ബിക്കോസ് ദേ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ടു. അതുകൊണ്ട് ചില തമാശ കണ്ടിട്ടില്ലേ, അപ്പന്മാർ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരിക്കുമ്പം അമ്മയുടെ മുഖം പോലെ മുഖത്തിങ്ങനെ കെട്ടിവെച്ചേച്ച് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പാല് കുപ്പിക്കകത്ത് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വിചാരം അമ്മ തന്നെ ആണെന്നാണ്. ബിക്കോസ് പിക്ചർ ഈസ് ദാറ്റ് ഓഫ് ദ മദർ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ മുഖം കാണുമ്പോൾ അമ്മയാണോ അപ്പനാണോ പടമാണോ റിയാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാനൊക്കത്തില്ല. എന്നാൽ കുറച്ച് പ്രായം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് വെറും പടമാണ്. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പന്ന പടങ്ങൾ, ബ്ലൂ ഫിലിംസ്, അല്ലെങ്കിൽ മ്ലേച്ഛമായ സാഹചര്യങ്ങൾ, പന്ന ന്യൂസ് വായിക്കുക, കേൾക്കുക, അതിനൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ട്. നിൻ്റെ ചെവി കൂടെയും കണ്ണിൽ കൂടെയും ഇന്ദ്രിയങ്ങളിൽ കൂടെയും എല്ലാം നമ്മുടെ ശരീരത്തിനെ മലിനമാക്കുന്ന ഓരോ തോട്ട് വരുമ്പോഴും ഓരോ പാമ്പായിട്ടാണ് ദൈവം അത് കാണിക്കുന്നതിന്. എപ്പോഴും ഞാൻ അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മേൽ അറിഞ്ഞറിയാതെ കുറേ പാമ്പ് കയറി വന്നു. അപ്പോൾ എപ്പോഴും കർത്താവിനോട് ചോദിക്കുമ്പോൾ ഇതെവിടുന്ന് വന്നു? പറഞ്ഞാൽ ഈ ലോകത്തിൽ ഫോളൻ വേൾഡാണ്, ശപിക്കപ്പെട്ട പാപത്തിന് അടിമയായ ഒരു ലോകമാണ്. ഇതിനകത്ത് ഇതുണ്ട്. പക്ഷേ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് തീ ഇറക്കി ഇതിനെ കരിച്ചു കളയാൻ നമുക്ക് അവകാശം. കാരണം ദൈവത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ കരിഞ്ഞു പോകും. അവൻ തീയാണല്ലോ. പക്ഷെ അവൻ്റെ അടുക്ക് പോകുന്നില്ലെങ്കിലും. അപ്പം പാമ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദുരാത്മാവിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടചിന്തയുടെ, നിരാശയുടെ ചിന്ത വന്നിട്ട് മനുഷ്യൻ പാപം ചെയ്യുന്നത് പാപത്തിൻ്റെ ആഴം പോലും അറിയാൻ വയ്യ. അതുകൊണ്ടാണ് മരിച്ചവനോട് എന്ത് പറയാനാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ പറയും, നീ വീണ്ടും ജനിച്ചേ പറ്റൂന്ന്. വീണ്ടും ജനിക്കും. അപ്പം നിക്കോദിമോസ് ഒരു ചോദ്യം ചോദിക്കുന്നു, അതെങ്ങനെയാണ്? അമ്മയുടെ ഉദരത്തിൽ ഇനിയും കയറി വെച്ചിറങ്ങി പ്രസവിച്ച് വീണ്ടും ഉണ്ടാകും. കർത്താവിനൊന്നും ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജീവിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് അവകാശമില്ല. അപ്പം വെള്ളവും ആത്മാവും കൂടെ, ഞാൻ പറഞ്ഞു വെള്ളവും ആത്മാവും പരിശുദ്ധാത്മാവിൻ്റെ കഴുകുന്ന ഒരു ഇഫക്റ്റാണ് വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം ബാപ്റ്റിസം കൊണ്ട് തമ്മിൽ വലിയൊരു അർത്ഥമുണ്ട്. വെള്ളം എടുക്കുന്നത്, ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എടുക്കുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ ഈ വെള്ളം ദൈവത്തിൻ്റെ ഉറവിയാകുന്ന വെള്ളത്തിനകത്ത് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് നമ്മൾ ആത്മാവിൽ വിചാരിച്ച് അത് സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാപക്കറകളെ കഴുകുന്നത് വിശുദ്ധ രക്തം കൊണ്ട്. രക്തവും വെള്ളം ഒഴിച്ചാണ് പഴയ നിയമത്തിൽ മൃഗത്തിൻ്റെ രക്തം എടുത്തിട്ട് ആ രക്തവും വെള്ളം കൂടെ കലർത്തിയെന്ന്, രക്തവും വെള്ളം കൂടെ ചേർത്ത കാസായിക്കകത്ത് രക്തം എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് കാസായിലിരിക്കുന്ന രക്തവും വെള്ളം കൂടെ ചേർന്ന ഈ രക്തവും വെള്ളവും കൂടെ കലർത്തി അതിനാണ് തളിച്ചിട്ട് അല്ലെങ്കിൽ അത് രക്തം കട്ടിയായി പോകുമല്ലോ. അതാണ് അതിവിശുദ്ധ സ്ഥലത്ത് മോശയും അഹറോനും വിശുദ്ധന്മാരും അല്ലെങ്കിൽ മഹാപുരോഹിതൻ കൊണ്ട് മോശ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അഹറോനും മഹാപുരോഹിതന്മാരും തളിച്ചത് ആ മോശ തളിക്കുന്നതായിട്ട് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ചുറ്റുപാടോ ശുദ്ധീകരിക്കണമെങ്കിൽ രക്തവും വെള്ളവും കലർത്തിയ ഈ പാപമോചനത്തിൻ്റെ ഈ വെള്ളം തളിച്ചിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കിയിരിക്കുകയാണ്. അവനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഹോപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നതിന് കർത്താവ് പറഞ്ഞു, ഇവൻ എൻ്റെ മകനാന്ന് പറയുമ്പം അവന് പിശാചിന് ഇറങ്ങിയൊക്കെ തോന്നും. അതായത് നമ്മളെ പിടിച്ചൊരു ജയിലിൽ ഇട്ടിരിക്കുകയാണ്. എന്തായാലും ചെറിയ പാപത്തിനെ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു രാജ്യത്താണ്. പക്ഷേ അവിടെയുള്ള അംബാസിഡർ എൻ്റെ ബ്രദറാണെങ്കിൽ അംബാസിഡർ വന്നിച്ചു, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നു, ഞാൻ ജാമ്യം നിൽക്കുന്നു, ഞാൻ അവളെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ കേൾക്കും. എന്താണെന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിച്ചിട്ട് കാശ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ ബ്ലഡ് മണിയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നമ്മുടെ പുറത്ത്, അങ്ങനെയല്ലേ ബ്ലഡ് മണി എന്ന് പറയുമല്ലോ പുറത്തൊക്കെ സൗദിയിലൊക്കെ. ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിച്ചവരുടെ വീട്ടുകാർക്ക് കാശ് കൊടുത്താൽ അവരെ ജയിലിൽ നിന്ന് പുറത്തു വിടും. അതിന് ബ്ലഡ് മണി എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെയുണ്ട്. കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ജയിലിൽ കിടന്നാലും വേറൊരാൾക്ക് രക്ഷിക്കാൻ വെക്കും.
പ്രാപ്തി വേണം. ഇവിടെ എനിക്ക് എന്നെ രക്ഷിക്കാൻ, എൻ്റെ മക്കളെ നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ യേശുവാണ്. പുത്രൻ തമ്പുരാൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും അവൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കി തിരിച്ചു വാങ്ങിച്ചത് അപ്പച്ചൻ്റെ വിലവേറിയ രക്തം കൊടുത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലത്. 3 കാര്യങ്ങളാണ് ഒരുപോലെ സാക്ഷ്യം. രക്തം, ജലം, ആത്മാവ്, 3ഉം സാക്ഷ്യം പറയാം ദൈവത്തെക്കുറിച്ച്. രക്തം, ജലം, ആത്മാവ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ എന്തുവാ? രക്തം ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്തിലല്ലോ ജീവൻ എന്ന് പറയുന്നത്. ജലം വിശുദ്ധ വെള്ളം, കർത്താവ് പറഞ്ഞു ഞാനാണ് ലിവിങ് വാട്ടർ. ആത്മാവ് പരിശുദ്ധാത്മാവ്, ഇത് 3 ഒരുപോലെ സാക്ഷ്യം പറയാണ്. ആ സാക്ഷ്യം എന്തുവാണ്? ആ സാക്ഷ്യം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് അവൻ്റെ പുത്രനെ തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പം നമുക്ക് ഒരു ഗുണമുണ്ട്. ദൈവമേ, നമ്മൾ ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരും. അപ്പോഴാണ് ബാക്കി എഫെസ്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഏത് പാപമാണ് എന്നെ കേൾക്കുന്ന പലർക്കും ഇന്നൊരു വിടുതൽ തരുന്ന ദിവസമാണ്. കേൾക്കട്ടെ, ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. കരുണാസമ്പന്നനായ ദൈവമോ, കരുണ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കരുതുന്ന സ്നേഹമാണ്. എന്തൊരു കരുതലാണെന്നറിയാമോ? ഇത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരമ്മയോട് വഴക്കുണ്ടാക്കി പിണങ്ങി, അല്ലെ അപ്പനോട് വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയ മകൻ തിരിച്ചു വന്ന, അപ്പാ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഈ അമ്മയും അപ്പനും അവരന്ന് വരെ ചെയ്തെല്ലാം അങ്ങ് മറക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഗോഡ് ഡസ്. എനിക്കൊന്നേ പ്രാർത്ഥിക്കാം, ദൈവമേ, വിനയമുള്ളൊരു ഹൃദയം, പാപബോധം ഇട്ടുകൊടുത്ത് എനിക്ക് ഈ സ്വയം കഴുകി കിടന്ന് ഈ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വ്യഭിചാരമാണ്, കൊലയാണ്, അതെല്ലാം പാപങ്ങൾ തന്നെ ഇല്ലെന്ന്. പക്ഷെ അതുപോലെ തന്നെയാണ് ദൈവത്തെ മറുത്തില്ലെന്നും പറഞ്ഞ് തന്നെത്താനെ ജീവിക്കാൻ ശ്രമിക്കുക. അത് ഈക്വലി റോങ് ആണ്. നമ്മളതൊക്കെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ശരിയല്ല. ആത്മാവ് ദുഃഖിക്കുകയാണ്, വല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്നത് വിടുതൽ തരികയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. എന്ത് സ്നേഹമാണ്? ചെറിയ സ്നേഹമല്ല, മഹാസ്നേഹം. ഇതിനൊന്നും ആഴമില്ല. സത്യം പറഞ്ഞാൽ മലയാളം വേർഡിനോ ഇംഗ്ലീഷ് വേർഡിനോ അല്ലെങ്കിൽ ഹീബ്രു വേർഡിനോ ഒന്നും ദൈവത്തിൻ്റെ സ്നേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒക്കൂല. പിന്നെ നമ്മൾ മനസ്സിലാക്കത്തൊക്കെ കുറച്ചൊക്കെ ഇത്, വെൻ യു റിയലി റീച്ച് ഹെവൻ ഓർ സംബഡി ഹു സീസ് ജീസസ് പേഴ്സണലി, they say that the love which they received in their body is unexplainable. ആ സ്നേഹം ഇന്ന് വീഴണം. മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും, കണ്ടോ, ആരിൽ കൂടെ ജീവൻ തരുന്നത്? ആ പുത്രന് ജീവനുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അങ്ങനെ ജീവിപ്പിച്ചു വെച്ച് പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരുത്തിയിരിക്കുക. കാണാം കർത്താവ് അവരുടെ കറകളും പാപങ്ങളും പാപസ്വഭാവം കഴുകിക്കളഞ്ഞവരെ പുതു സൃഷ്ടിയാക്കി ഞാൻ ഈ വചനം അയക്കുന്നതിന്, വചനം ചെന്ന് കൊണ്ടതിനാൽ അനേക മക്കൾക്ക് ഇന്നൊരു വിടുതലിൻ്റെ ദിവസമാണ് കർത്താവേ. നീ അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിൻ്റെ ആത്മാവ് നിറച്ച് ഈ വിശുദ്ധ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ അപ്പൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ വഴിതെറ്റിപ്പോവില്ല. ഒരു മകൾ വന്ന് എൻ്റെ അമ്മ എന്നെ ഒരിക്കലും സ്നേഹിച്ചില്ല, എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചില്ല, അതിനാൽ എനിക്ക് അബദ്ധം പറ്റി, അല്ലെ ഞാൻ കുഴിയിൽ വീണു. അതൊരു സത്യമാണ് ഈ പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ മണ്ടത്തരം പറ്റും, പിന്നെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനം എന്തുവാ? നമ്മുടെ ജീവന് പാപം കൊണ്ട് മരണത്തിന് യോഗ്യമായ എൻ്റെ ജീവന് പകരം പുത്രൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അത് നമ്മുടെ ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും യേശു നിൽക്കുകയാണ്. വേറെ ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ വയ്യാത്തൊരു പ്രശ്നം നമ്മുടെ മക്കൾക്കുണ്ടെന്ന് വിചാരിക്കാം, അല്ലെ നമുക്കുണ്ടെന്ന് വിചാരിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റിയൊരു കൂട്ടുകാരി ഇല്ല ഈ ലോകത്തിൽ. അപ്പൻ അമ്മയെടുക്ക് ചെന്ന് അവർക്ക് കേൾക്കാന്നില്ല, അവരുടെ തന്നെ ഭാരം ഒത്തിരിയാണ്. വയസ്സാകുമ്പോൾ അവർക്ക് കേൾക്കാൻ വയ്യ. പിന്നെ എവിടെ ചെന്ന് നമ്മൾ പറയും ഈ ഭാരം? മനസ്സിലാവുന്ന ഞാൻ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഒരു കൊച്ചു പറയുകയാണ്, എൻ്റെ ഭാരം എൻ്റെ അമ്മയപ്പനും കേട്ടിട്ടില്ല. എന്തുകൊണ്ട്?
ഒരു വീട്ടിൽ താമസിച്ചിട്ട്, വലിയ കൂട്ടുകുടുംബമൊന്നും അല്ലായിരുന്നു. എന്തുകൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല? വേർ ഈസ് ദ ഗ്യാപ്പ്? എവിടെയാണ് ദൈവം? വേലി കെട്ടാൻ എന്തുകൊണ്ട് മറന്നു പോകുന്നു? ആരും പഠിപ്പിച്ചിട്ടില്ല. കുടുംബജീവിതത്തെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. കുറേ പഠിപ്പിച്ച് എല്ലാത്തിനും അസ്ട്രോനോട്ടും, പിന്നെന്തോന്നാ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ലോയേഴ്സും, പിന്നെന്തുവാ എന്തെല്ലാം വലിയ ഉന്നതപടി പഠിപ്പിക്കുക. നമ്മളെല്ലാവർക്കും 16-18 വയസ്സാകുന്നതിന് മുമ്പ് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം. ഹാവ് യു എവർ തോട്ട് വാട്ട് ഈസ് ദ ലൈഫ് എബ്രോഡ്? എത്ര നല്ല വളർത്തിയാലും നമ്മൾ ഈ കൾച്ചറൊന്നും അല്ലത്. വിശുദ്ധി എന്ന് പറഞ്ഞൊരു ജീവിതം അവിടെ ഇല്ല. അവിടെയൊക്കെ നമ്മുടെ മക്കൾ പോയിട്ട് എങ്ങനെയാണ്? എത്ര പിള്ളേരാണ് മണ്ടത്തരത്തിൽ, എത്ര പേരാ ബോംബെയിൽ തന്നെ എത്ര പെൺപിള്ളേരാ ജോലിക്ക് പോയിട്ട് സെക്സ് റാക്കറ്റ്സിനകത്ത് വന്ന് പെട്ടുന്നത് അറിയുന്നുണ്ട്. വേലി കെട്ടി പ്രാർത്ഥിക്കാതിരുന്ന് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിന് സങ്കടം തോന്നി ദൈവം പറയുകയാണ്. പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം, കർത്താവ് ഞാൻ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിപ്പിക്കും. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ ദൈവത്തിൻ്റെ പക്ഷത്തിരുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മളൊരു പ്രാർത്ഥന ഇവിടുന്ന് എഴുതാതെ ദൈവം ഒന്നിനും ഉത്തരം. കർത്താവ് ഭൂമിയിൽ നമ്മൾ ചെയ്യാതെ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് ആത്മാവിൽ വളർന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആൾ വേണമെന്ന്. പിന്നെ ഏറ്റവും വലിയ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് യേശുവാണ്. വേറൊരു മധ്യസ്ഥൻ ഇല്ല എന്നും പറയുന്നു. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് ഭൂമിയിൽ നമ്മളെ കുറേ പേരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ആത്മതീഷ്ണത. ഈ ആത്മാവിൻ്റെ കത്തലുള്ളവർക്ക് ഇത് പറയാനൊക്കത്തുള്ളൂ. അനേകർക്ക് വിടുതലുണ്ടാകട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മളെ ഇരുത്തുമ്പം ഒരു ദിവസം അരമണിക്കൂർ ദൈവസന്നിധി ചെന്നിരിക്കുക, നമ്മൾ മനസ്സുകൊണ്ട് കാണുക, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരിക്കുക. ആ ടൈമിൽ നമുക്ക് അന്യഭാഷ എടുത്ത് പ്രാർത്ഥിക്കാം. 1. 2, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് കർത്താവ് ഇതെല്ലാം നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു. ഞാൻ കർത്താവ് അച്ചട്ടായിട്ട് ഞാൻ പറയുകയാണ്, കർത്താവ് സ്വർണ്ണ ലിപിയിൽ പേന കൊണ്ടുവന്നത് എഴുതിയെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഒരിക്കൽ പോലും പേപ്പർ പെൻസിൽ ഇല്ലാതെ വരത്തില്ല. ഹാവ് യു നോട്ടീസ് ദാറ്റ്? നിങ്ങളത് അറിയുന്നുണ്ടോ? ഞാനൊരു ചെറിയ പ്രാർത്ഥന അയച്ചു, അത് ദൈവം ഇഗ്നോർ ചെയ്യൂല. കർത്താവ് അത് എഴുന്നോട്ടും. ഞാൻ ഞങ്ങളൊക്കെ സൗദിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ കൃപാവരമുള്ളവർ പറയുമായിരുന്നു, നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കർത്താവ് ഒരു വലിയ പാണ്ടക്കെട്ട് തോളയിലിട്ടുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അത് തുറന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു അതെന്താ കർത്താവേന്ന്. വേറെ ആൾക്ക് ദർശനമുള്ള പിള്ളേരുണ്ട്. അപ്പോൾ പറഞ്ഞ വിമലയുടെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചവരുടെ പ്രെയർ റിക്വസ്റ്റാണ് ഞാൻ വായിച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഞാനീ പറയുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന മാനിക്കും. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. അലസമായിട്ടൊന്നും പറയരുത്. അതൊക്കെ നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ചേ ഒക്കത്തുള്ളൂ. ഇനിയും കുറച്ചും കൂടെ നമ്മൾ വളരാനിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവുള്ളവർ റിട്രീറ്റിന് ആഗ്രഹമുള്ളവർ എന്നെ അറിയിക്കും. നമുക്കൊരു റിട്രീറ്റ് ഒരു ദിവസം ഇരുന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ നോക്കാം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്താ? നല്ലത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളെന്ന്. പിന്നെ എങ്ങനെയാണ് തിന്മയ്ക്ക് പോകുന്നത്? തിന്മ ചെയ്യുന്നത് നമുക്ക് തന്നെ നമ്മളോട് വെറുപ്പാകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ നന്മ ചെയ്യുന്നതിന് ഒരു ഉൾബലമുണ്ട്. അവൻ്റെ മുഖത്തൊരു തേജസ്സുണ്ട്. അവനൊരു സൂര്യൻ്റെ പ്രഭയുണ്ട്. ക്രിസ്തുവിൻ്റെ മുഖമായി മാറും. നമ്മളും അവൻ്റെ മുഖം കണ്ണാടിയത്തിൽ മുഖാമുഖം കാണുന്നത് പോലെ പറയുന്നില്ലേ 2 കൊരിന്ത്യർ 4. ദൈവത്തിന് നമ്മുടെ മൂടുപടം മാറിയിട്ട് ക്രിസ്തുവിനെ പോലെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരുന്നവരായി മാറുകയാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം അവ നേരത്തെ നിയോഗിച്ച. അതുകൊണ്ട് ആർക്കും എക്സ്ക്യൂസ് പറയാനൊക്കത്തില്ല. ഇന്ന് മുതൽ എൻ്റെ ഈ വചനം കേൾക്കുന്നവർ ഇച്ചിരി കൂടെ വളർന്നേ ഒക്കത്തുള്ളൂ. വളരുന്നവർ എന്നെ കോൺടാക്റ്റ് ചെയ്യും. എപ്പോഴും എനിക്ക് ഈ പ്രെയർ റിക്വസ്റ്റ് ആവശ്യങ്ങൾ പറയുന്നവർ വരിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. കാരണം നിങ്ങൾ വളർന്ന് പ്രാപിച്ചെടുക്കുന്നത് കേൾക്കാൻ കൂടെയാണ് ഞാനിരിക്കുന്നത്. ഐ എം നോട്ട് ആസ്കിങ് എനിത്തിങ് ഫ്രം യു പീപ്പിൾ. ദൈവം ചെയ്യുന്ന നന്മകൾ അനുഭവിക്കുന്നവർ വിളിച്ച് പറയുമ്പം അതൊരു ദൈവത്തിന് നന്ദി പറയുന്നത്. അത് പറയാൻ ആരുമില്ല. എല്ലാവരുടെയും ഭാരങ്ങളും മാത്രം. ചിലപ്പം നമ്മൾ ധൃതി ഇരിക്കുമ്പം ടെലിഫോൺ അടിക്കും. കേൾക്കുമ്പം ഓരോ ചിലർ വിളിച്ചിട്ട് എന്തെല്ലാം അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയാൻ തുടങ്ങും. വേർ ഈസ് ദ ടൈം മറ്റുള്ളവരുടെ അങ്ങനെ കേൾക്കാൻ? ബി മോർ വിജിലൻറ്റ്. ഇച്ചിരി കൂടെ ആത്മാവിലാകും. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. അതിപരിശുദ്ധനായ ദൈവമേ, ഭാരങ്ങളും പ്രയാസങ്ങളും ഒത്തിരിയുണ്ട് പറയാനാണ്. ഒരേ പ്രയാസം പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിടത്തൊന്നും അവർക്ക് ഉത്തരം കിട്ടുന്നില്ലേ? നമുക്കും ആ പ്രയാസങ്ങളുണ്ടെങ്കിൽ കർത്താവേ നീ ഒരു പ്രാവശ്യം അത് ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ഇട്ട് തരണം. അപ്പച്ചൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച പ്രാർത്ഥന അപ്പച്ചൻ ഉത്തരം തന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അത് അടിയനും വേണം അപ്പച്ചൻ.
നീ തന്നിരിക്കുന്നു, അത് വ്യാപിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ ഡാൻസ് ചെയ്യുന്നു നിൻ്റെ മുമ്പിൽ. കർത്താവ് അത് ജയമെടുത്തതിന് ശേഷം പിശാചിൻ്റെ തലയെ തെറിപ്പിച്ച് മാറ്റി പാമ്പിനെയും തേളിനെയും ചവിട്ടാനുള്ള അധികാരം തന്നിരിക്കുന്ന ഇപ്പോൾ അപ്പച്ചൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷിച്ച് പലരും പലപ്പോഴും കർത്താവ് പറയും, നീ എഴുന്നേറ്റ് നീ നൃത്തം ചെയ്യ്. മറിയം ഡാൻസ് ചെയ്തല്ലോ, ദാവീദ് ഡാൻസ് ചെയ്തല്ലോ. അനേക മക്കൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവെ ഈ ദുഷ്ടശക്തിയെ ചവിട്ടി മെതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പോയി വെള്ളം രണ്ടായിട്ട് പിളർന്ന് ചെങ്കടൽ കഴിഞ്ഞപ്പോൾ മിറിയം തപ്പെടുത്ത് ഡാൻസ് ചെയ്തത് എങ്ങനെയാണ് പച്ച? ആ പെട്ടകം എടുത്തുകൊണ്ട് പോയപ്പോൾ ദാവീദ് റോഡിൽ കിടന്ന് ദൈവത്തിൻ്റെ പരിസരം മേലങ്കി മാറ്റിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ പച്ച? അവരൊക്കെ ആത്മാവിൽ ദൈവത്തിൻ്റെ മഹാശക്തി കണ്ടിട്ടല്ലേ ചെയ്ത്. ഞങ്ങളും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിടുതലിനെ ഓർത്തുനിന്ന് നിൻ്റെ മുമ്പിൽ സന്തോഷിക്കുന്ന പച്ച. എൻ്റെ പരിശുദ്ധാത്മാവ് വഴിയിൽ വെച്ച് ആപത്ത് വരെ ഞങ്ങൾ നിന്നെ പുത്രനെ ചുംബിച്ചിരിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ഒന്നൊന്നായിട്ട് കയറി വരുന്നു. ഈ പെട്ടകത്തിനകത്ത് കയറ്റാതെ നീ വെള്ളം അയക്കത്തില്ല അപ്പച്ച. അപ്പച്ചനത് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീതിയായ ദൈവം നിൻ്റെ റൈച്ചസ്നെസ് നീതി വസ്ത്രം ഉടുപ്പിച്ച് പിതാവിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുന്നതിന് സ്തോത്രം. കൊടുക്കേണ്ട വാൾ കൊടുത്ത് പഠിപ്പിക്കരപ്പച്ച. ആത്മാവിൽ കർത്താവെ ഒരു ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പ്രായപൂർത്തി അവസ്ഥയിലോട്ട് കയറി വരട്ടെ അപ്പച്ച കുഞ്ഞുങ്ങൾ. ആത്മാവിൽ അത് ചെയ്യുന്നതിന് അപ്പച്ചൻ ഏറ്റെടുത്തതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.